നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജൂൺ 1 തീയതി 2024 ജൂൺ 1 തീയതി ചൊവ്വ മേടം രാശിയിലേക്ക് സ്ഥാനം മാറുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാനിടയുള്ള പൊതുവായ കാര്യങ്ങളെ അപഗ്രഥിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ചൊവ്വ എന്ന് പറയുന്ന ഒരു ആഗ്നേയ ഗ്രഹമാണെന്നും മേടം രാശി എന്ന് പറയുന്നത് ഒരു ആഗ്നേയ രാശിയാണെന്നും ആ മേടം രാശിയുടെ 2 വ്യാഴം, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെന്നും പിന്നെ മീനം രാശിയിൽ രാഹു സഞ്ചരിക്കുന്നു, കന്നി രാശിയിൽ കേതു സഞ്ചരിക്കുന്നു, കുംഭത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മേടം രാശിയുടെ പ്രത്യേകത ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം സ്വക്ഷേത്രമാണ്, മൂലത്രികോണവുമാണ്. അപ്പോൾ അങ്ങനെ അനുകൂലമായൊരു സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ കൂടുതലും അനുഗ്രഹ ഫലങ്ങളാണ് നൽകുന്നത്, കൂടുതലും ഗുണകരമായ ഫലങ്ങളാണ് പൊതുവെ എല്ലാവർക്കും നൽകുന്നത്. ഇപ്പം ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും യൗവനത്തിൻ്റെയും നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ കാരകൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. പിന്നെ രക്തത്തിൻ്റെ കാരകനാണ്. സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ആർത്തവ ചക്രത്തിൻ്റെ കാരകൻ ചൊവ്വയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. വിവാഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ചൊവ്വ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവെക്കുന്ന ഒരു ഗ്രഹമാണ്, അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ എഫക്റ്റ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇടവക്കൂറുകാർക്ക്, ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഈ മാറ്റം കൊണ്ട് ഉണ്ടാകാനിടയുള്ള അനുഭവങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന 1/4 ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ. ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് ഇടവക്കൂറിൽ ഉൾപ്പെടുന്നത്. കാർത്തികയുടെ 1/4, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ആ ഇടവക്കൂറിൽപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ചൊവ്വയുടെ മാറ്റം അനുഭവപ്പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന അത്ര ഗുണകരമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലും മൂലത്രികോണ ക്ഷേത്രത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണാധിക്യമുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും, കുറച്ച് ദോഷങ്ങളും ഉണ്ടാകും. ചൊവ്വയുടെ സ്ഥാനം കൊണ്ടുള്ള കുറച്ച് ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ചൊവ്വ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ചൊവ്വ 12ാം ഭാവത്തിൽ ആകുന്നത് കൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവം എന്നാണ് നമുക്ക് പൊതുവെ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എങ്കിലും ഗുണഫലങ്ങൾക്കാണ് മുൻതൂക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകും, പക്ഷേ കാര്യം സാധിച്ചു കിട്ടും. പെട്ടെന്ന് തീരുമാനമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. പെട്ടെന്ന് യാത്രകൾ, ജോലിയിലൊക്കെയാണ് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരിക. ഈ ഒരു ധൃതിക്കാരനാണ് ചൊവ്വ. ചൊവ്വയുടെ ഒരു എഫക്റ്റാണ് ഈ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക, ചാടിക്കയറി ചെയ്യുക, ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട അവസരങ്ങൾ വന്നേക്കും. കുറേയേറെ ഊർജവും സമയവും പല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ടി വന്നേക്കും. പിന്നെ ദൂരദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള യോഗമുണ്ട്. പഠനത്തിനോ അല്ലെങ്കിൽ ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത ബന്ധുവിനെ കാണാനോ സഹോദര സ്ഥാനത്തുള്ള ഏതെങ്കിലും ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പഠനത്തിന് വേണ്ടി കുറേ പൈസ ചിലവഴിക്കേണ്ടിയും വരും. അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മളെ കാണാൻ വരുന്നത് കൊണ്ട് പണം ചിലവഴിക്കേണ്ടി വരും. ബന്ധുക്കളെ കാണാൻ അങ്ങോട്ട് പോവുകയോ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ധനച്ചെലവ് ഉണ്ടാകും. പിന്നെ 12ൽ നിൽക്കുന്ന ചൊവ്വ അതിൻ്റെ തത്വപ്രകാരം ചെയ്യുന്ന കുറേ ദോഷങ്ങളുണ്ട്. ചെലവ് വർദ്ധിക്കുക, അനർത്ഥങ്ങൾ പലതും നേരിടേണ്ടി വരിക, നേത്രരോഗമുണ്ടാവുക, പിത്തം വർദ്ധിച്ച്, ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ജ്യോതിഷം. അപ്പോൾ ഈ വാദം, പിത്തം, കഫം എന്ന് പറയുന്നതിൽ ആ പിത്തം ഫ്ലഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചിട്ട് വ്യാധികൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ഫലങ്ങൾ. 12ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഫലമാണ്. പക്ഷേ അതേ സമയത്ത് ഇടവക്കൂറിന് 7ാം ഭാവാധിപനാണ് ചൊവ്വ. വൃശ്ചികൻ രാശിയുടെ ആധിപത്യം കൂടെ ഉണ്ടല്ലോ. അപ്പം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനാണ് ചൊവ്വ.
ആ ചൊവ്വയാണെങ്കിൽ മൂലത്രികോണത്തിലാണ് നിൽക്കുന്നത്. അത് സ്വക്ഷേത്രവുമാണ്. ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മേടം രാശി. അതുകൊണ്ട് തന്നെ ധാരാളം ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. ജീവിത പങ്കാളി മുഖേന ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അവിവാഹിതർക്ക് വിവാഹ ആലോചനകളിൽ പുരോഗതി വരുന്നതാണ്. വിവാഹം നടക്കുന്നത് ചിലപ്പം ഈ ഒരു സമയം കഴിഞ്ഞായിരിക്കുമെങ്കിൽ പോലും വിവാഹ ആലോചനകൾ ഒരു തീരുമാനത്തിലെത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. പിതാവിൽ നിന്നും പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ സഹോദരന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അത് നമുക്ക് വളരെ അനുകൂലമായ രീതിയിൽ തന്നെ അത് സാധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ ആധിപത്യവും 12ാം ഭാവത്തിൻ്റെ ആധിപത്യവും ചൊവ്വയ്ക്ക് ഉണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ ചൊവ്വയ്ക്ക് അനുകൂലമായ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഭൂമികാരകനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ ആ സ്ഥിതിക്ക് ചൊവ്വ ഭൂമി വാങ്ങിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. ഈ സമയത്ത് നമ്മൾ ഭൂമി വാങ്ങിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് സാധിക്കും ഇടവക്കൂറുകാർക്ക്. ശനിയും മൂലത്രികോണത്തിൽ നിൽക്കുകയാണ്. കൃഷിഭൂമിയുടെയൊക്കെ കാരകനായ ശനിയാണെങ്കിൽ ശനിയുടെ മൂലത്രികോണ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വയാണെങ്കിൽ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ മൂലത്രികോണത്തിലും സഞ്ചരിക്കുന്നു. അപ്പോൾ ഇത് 2 ഭൂമികാരക ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നത് കൊണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരെയും സംബന്ധിച്ച് ഏതാനും ചില കൂറുകളിൽ ഉള്ളവരെ ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതിലൊന്നാണ് ഇടവക്കൂറ്. ഇടവക്കൂറിന് ഈ അമിത വ്യയത്തിൻ്റെ കുഴപ്പമാണ് ചൊവ്വ ഉണ്ടാക്കുന്നത്. അതെന്തെങ്കിലുമൊക്കെ കാരണം വന്ന് അമിത വ്യയങ്ങൾ, അതായത് ചെലവ് വർദ്ധിക്കുക, അങ്ങനെ അതാണൊരു പ്രധാന ദോഷം. അപ്പോൾ ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഒക്കെ അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ദൂരദിക്കുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകാം. വിദേശവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദൂരേക്കുള്ള യാത്രകൾ കൊണ്ടോ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാകും. ആത്മീയ ചിന്താഗതിയോടുകൂടിയ യാത്രകൾക്ക്, ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള പള്ളിയിലോ മോസ്കിലോ ഒക്കെ പോകുന്നതിനുള്ള ഒരവസരം സൃഷ്ടിക്കപ്പെടും. സഹോദരന്മാരുമായിട്ട് ചെറിയ തോതിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മേലധികാരികളിൽ നിന്നും അല്പം നീരസം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ സൃഷ്ടിക്കപ്പെടാം. ചില കാര്യങ്ങളിൽ തീരുമാനം പുനഃപരിശോധിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. അതായത് നമ്മൾ ഒരിക്കലെടുത്ത തീരുമാനം ഒന്ന് മാറ്റി വീണ്ടും മറ്റൊരു തീരുമാനത്തിലേക്ക് എടുക്കേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരവസരം ഉണ്ടായേക്കാം. അതേസമയത്ത് സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനുള്ള യോഗമുണ്ടാകും. അവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാനായിട്ട് അവസരമുണ്ടാകും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ ചൊവ്വയ്ക്ക് വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അത് 12ൽ വരുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളാണ് ഇവിടെ ചേർത്ത് പറഞ്ഞത്. അപ്പം ചെറിയ തോതിൽ വനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അല്പം ഹർട്ട് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ അനുഭവപ്പെട്ടേക്കാം. എങ്കിൽ പോലും കൂടുതലും ഗുണഫലങ്ങളാണ്, ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്ന ഫലങ്ങളാണ് ഇടവക്കൂറുകാർക്ക് ഈ സമയത്തുള്ളത്. അത് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇടവൻ രാശിയുടെ നാഥനായ ശുക്രൻ ഇടവത്തിലുണ്ട്, വ്യാഴമുണ്ട്, സൂര്യനും അവിടെ ഉണ്ട്. ഇതിൽ വ്യാഴവും സൂര്യനും ചൊവ്വയുമായിട്ട് മിത്രങ്ങളുമാണ്. ആ 3 ഗ്രഹങ്ങളുടെയും ഗ്രഹരശ്മികൾ തമ്മിൽ ഒരേപോലുള്ള ഒരു സിങ്ക്രണൈസ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയാണ്, ഒരു അനുരഞ്ജനത്തിലാണ് പോകുന്നത്. അവ തമ്മിൽ ഒരു യുദ്ധമോ അങ്ങനെയൊന്നുമില്ല. അപ്പം 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിൻ്റെ 2ാം ഭാവമാണല്ലോ ഇടവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ സൂര്യനും വ്യാഴവും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യനും വ്യാഴവും ശുക്രനും നിൽക്കുന്നത് ഗുണകരമാണ് എന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ ചൊവ്വ 12ൽ വരുന്നത് കൊണ്ട് ഈ അമിതവ്യയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു വലിയ ദോഷങ്ങളൊന്നും ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ ഇടയില്ല. അതാണ് നമുക്ക് പൊതുഫലം പറയാനുള്ളത്. ഇനി നമുക്ക് അതിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആദ്യത്തേത് കാർത്തികയാണ്. കാർത്തികയുടെ ഫലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്നുകൂടെ ചുരുക്കത്തിലൊന്ന് പറയാം. വ്യാഴം, സൂര്യൻ, ശുക്രൻ, ഈ 3 ഗ്രഹങ്ങൾ ഇടവക്കൂറിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാനസിക സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും.
ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മേലധികാരികളിൽ നിന്നുള്ള കുറച്ച് ദേഷ്യപ്പെടലോ വഴക്ക് പറച്ചിലൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ ലോൺ സംബന്ധിച്ച് കുറച്ച് സമ്മർദ്ദം ഉണ്ടായേക്കാം, ലോൺ തിരിച്ചടവൊക്കെ സംബന്ധിച്ച്. ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആ ജോലിയുടെ ഉത്തരവ് കിട്ടാനായിട്ട് ചിലപ്പം കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. ചെലവ് അല്പം വർദ്ധിച്ചേക്കാം. ഉഷ്ണരോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. പൊതുവേ നമ്മൾ നോക്കുമ്പോഴേ ഈ ഓഫീസിലും സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം കാത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്തരം സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു പരിധിവരെ റിലീവ് ചെയ്യാനായിട്ട്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റ് വലിയ ദോഷങ്ങളെന്ന് പറയാനൊക്കെയില്ല, വലിയ ദോഷങ്ങളല്ല എങ്കിൽ പോലും ഈ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കുന്നതും മനസ്സിനല്പം സമ്മർദ്ദം കൂടുന്നതുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നേരിടാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഇടവക്കൂറിൽ. അപ്പം ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുമല്ലോ, അല്പം വൈകിയാണെങ്കിലും ജോലി കിട്ടും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും അത്. ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഈ രോഹിണി നക്ഷത്രത്തിൽ അധികം സുഖാനുഭവങ്ങൾ അവർക്കുണ്ടാവില്ല. രോഹിണി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ പറയുകയാണെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒരു നല്ലൊരു പങ്കും അവർക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. കാര്യം നല്ല നക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നക്ഷത്രമാണ്. പക്ഷേ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു പോകേണ്ടി വരും എന്നുള്ളതൊരു വാസ്തവമാണ്. തൊഴിലിൽ ആയാസം വർദ്ധിക്കാം ചൊവ്വ 12 സഞ്ചരിക്കുന്ന ഈ സമയത്ത്. സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനകത്ത് വേറെ ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളുടെ ആണെങ്കിലും കസിൻസിൻ്റെ ആണെങ്കിലും അല്ലെ ബന്ധുക്കളുടെയൊക്കെ ആണെങ്കിലും ഇടപെടലുകൾ നമ്മുടെ വ്യാപാര രംഗത്തേക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കുക. നമ്മൾ തന്നെ നമ്മളങ്ങ് കൈകാര്യം ചെയ്യുക, നമ്മൾ തന്നെ സ്വയം കൈകാര്യം ചെയ്യുക. പിന്നെ മറ്റുള്ളവരുടെ ചതിയിലൂടെ അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. പണം നിക്ഷേപിക്കുന്നത് ഏതെങ്കിലുമൊക്കെ പദ്ധതിയിൽ ഒരുപാട് ലാഭം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ഓടിക്കൊണ്ട പണം നിക്ഷേപിക്കരുത്. അത്തരം പരസ്യങ്ങൾ നമ്മളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വ്യാജമാണോ അതോ സത്യമുള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിക്ഷേപങ്ങൾ ചെയ്യാവുള്ളൂ. അതിലൊന്ന് സൂക്ഷിക്കണം. പിന്നെ ചെലവ് വർദ്ധിക്കുന്ന സമയമാണ്. കാര്യങ്ങളിൽ എടുത്തുചാട്ടമില്ലാതെ വളരെ സംയമനം പാലിച്ച് മാത്രമേ പ്രതികരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും ദുർവ്യാഖ്യാനത്തിന് ഇടയാകും. അതാണ് രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക ഫലം പറയാനുള്ളത്. അടുത്തത് മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ടവരാണ്. മകയിര നക്ഷത്രക്കാർക്ക് പൊതുവേ നോക്കുമ്പോൾ ചൊവ്വ അനുകൂലമാണ്. മകയിര നക്ഷത്രക്കാർക്ക് ധാരാളം അനുകൂല ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഇടവക്കൂറിൽപ്പെടുന്ന മകയിരക്കാർക്കും നല്ല ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. പ്രതിസന്ധികൾക്കൊക്കെ നല്ല കുറവ് വരുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് പിന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല കോഴ്സിനൊക്കെ പ്രവേശനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ യാത്രകൾ വളരെയേറെ വർദ്ധിക്കും. അത് ജോലിയായിട്ട് ബന്ധപ്പെട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ കുറേയേറെ യാത്രകൾ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയോ വെള്ളം കുടിക്കാത്തതിൻ്റെയോ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ, വയറിളക്കം പോലുള്ള എന്തെങ്കിലും രോഗങ്ങൾ താൽക്കാലികമായിട്ട് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യം ഒന്ന് സൂക്ഷിക്കുക. വൃത്തിയുള്ള സ്ഥലത്തു നിന്ന് ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, തണുത്തുറഞ്ഞ ഭക്ഷണമൊന്നും കഴിക്കരുത്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. രോഹിണിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനങ്ങളിലും വിശ്വസ്തമായ ഷെയറുകളിലുമൊക്കെ മാത്രം നിക്ഷേപം നടത്തുക. ഇപ്പോൾ അമിത ലാഭം പ്രതീക്ഷിച്ച് എടുത്തു ചാടേണ്ടതില്ല, അത് അപകടം വരുത്തും. പ്രവർത്തനങ്ങളിൽ ഉന്മേഷം തോന്നുന്ന കാലമാണ്. അവസരങ്ങൾ തേടി പോകേണ്ടി വരും. ഈ ചില സമയത്ത് ഗ്രഹങ്ങൾ നല്ല കോമ്പിനേഷന് വരുമ്പോൾ നമുക്ക് അവസരങ്ങളൊക്കെ ഇങ്ങോട്ട് തേടി വരും. നമ്മളിപ്പോൾ ഒരു ജോലി വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിർബന്ധിച്ച് പിടിച്ച് ജോലിക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. വെറുതെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നത്, ഇവിടെ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സമയം പോകില്ലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ അവർ ആ കമ്പനിയുടെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന സംഭവങ്ങൾ പലതുമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ സമയത്ത് നമ്മൾ പക്ഷേ ജോലി തേടി പോകേണ്ടി വരും മകയിരം നക്ഷത്രക്കാർ. സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ പറഞ്ഞ പോലെ തന്നെ ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ടവർക്ക് ഉള്ള അനുഭവമായിട്ട് പറയാനുള്ളത്. ബിസിനസ്സിൽ പൊതുവെ ഗുണകരമായിരിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം. അതുകൊണ്ട് വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് വളരെ ആശ്വാസജനകമായ ഒരു കാലഘട്ടമാണ്. അവരുടെ ബിസിനസ് നല്ല രീതിയിൽ വർദ്ധിക്കും. പുതിയ ആളുകളുമായിട്ട് ചേർന്ന് നല്ല ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും. പക്ഷേ എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിടണം കേട്ടോ. കൃത്യമായിട്ട് ലാഭം വീതം വെക്കുന്നതിലും കൃത്യമായിട്ട് കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടാനൊക്കെയുള്ള ധാരണാപത്രം നേരത്തെ ഉണ്ടായിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചൊവ്വയല്ലേ, അത് ചിലപ്പം വഴക്കുണ്ടാക്കിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ലാഭകരമായ പല പ്രവർത്തനങ്ങളും ഈ സമയത്ത് ആരംഭിക്കാനായിട്ട് മകയിരം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. അപ്പോൾ ഇതാണ് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലമായിട്ട് പറയാനുള്ളത്. ഈ 3 നക്ഷത്രക്കാരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പക്കപ്പിറന്നാൾ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ദർശനം നടത്തുക. 42 ദിവസത്തോളം ചൊവ്വ ഈ രാശിയിലുണ്ട്. അപ്പം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളത് ഈ അവസരത്തിൽ വളരെയേറെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ദുർവ്യയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. പലരും പ്രേരിപ്പിച്ചിട്ടായിരിക്കും ഈ അമിത ചെലവ് പെടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഒരു ദേവീ ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു മാതൃഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ഈ ചതിക്കുഴിയിൽ പെടുന്നതിനും അമിത ചെലവിലേക്ക് വലിച്ചിടുന്നതിനെയൊക്കെ തടയും എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബദേവതയെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ കുടുംബദേവതയ്ക്കും വഴിപാട് ചെയ്യുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ കാലം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുക. എല്ലാവർക്കും ഈ കാലം വളരെ അനുകൂലമായിരിക്കട്ടെ. ചൊവ്വ നൽകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം നന്നായിട്ടുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാ വിജയവും ആശംസിക്കുന്നു. നമസ്കാരം.